ഹായ് സ്റ്റുഡൻസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ പാർട്ട് 1-ൽ നമ്മൾ ഇമെയിൽ വരെയുള്ള ടോപ്പിക്കാണ് കവർ ചെയ്തത് പോയത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എഫക്റ്റീവ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സുപ്പീരിയേഴ്സ് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാരാണോ അവരെയാണ് ഇവരെന്ത് ചെയ്യുക, ആ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ആൾ, അയാളാണ് എന്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് എങ്ങനെയാണ് ഈ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ടീമിൽ എഫക്റ്റീവ് ആവണത് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഈ ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഓരോ മെമ്പേഴ്സിനും നല്ല രീതിയിൽ മനസ്സിലാക്കണം. അവരുടെ ക്യാരക്ടർ എന്താണ്, ബിഹേവിയർ എങ്ങനെയാണ്, അവർ ഏത് ടൈപ്പ് ആളാണ് എന്നുള്ളതെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ മനസ്സിലാക്കണം. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ട്രസ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് അവർക്ക് അവരുടെ ലീഡറിനെ വിശ്വാസം ഉണ്ടെന്നുള്ള ആ ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് വരുന്നത് കോൺജിനൽ റിലേഷൻസ്, അതായത് ഈ ഒരു ലീഡറും അതിലുള്ള മെമ്പേഴ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പറയുന്നത് ഗുഡ് വർക്ക് എൻവിറോൺമെൻറ്റ്, അതായത് ലീഡർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മെമ്പേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് പറയണത് മോട്ടിവേഷണൽ എംപ്ലോയീസ്, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ മോട്ടിവേറ്റ് ആക്കണം. അത് മേ ബി വേജസിലൂടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റിലൂടെ ആവാം. അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റഡ് ആക്കണം. അങ്ങനെയെങ്കിൽ എംപ്ലോയീസ് കൂടുതൽ ഹാപ്പിയാണ്. പിന്നെ പറയുന്നത് ടീം കോർഡിനേഷൻ, അങ്ങനെ അവരെ മോട്ടിവേഷനൊക്കെ ചെയ്ത് ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടീം നല്ല രീതിയിലോട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ടീം കോർഡിനേറ്റ് ചെയ്തു പോയാൽ എന്താണ്, എക്സലൻറ്റ് പ്രൊഡക്ടിവിറ്റി. അവർ ഏത് പ്രൊഡക്റ്റാണോ ഔട്ട്പുട്ട് ആക്കി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ആ ഒരു പ്രൊഡക്ടിവിറ്റി തന്നെ എക്സലൻ്റ് ആയിരിക്കും. കാരണം എല്ലാ എംപ്ലോയീസും വേണമെന്ന് വെച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി വെരി എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അലൈൻസ് ടീം വിത്ത് വിഷൻ ആൻഡ് ഗോൾ, അതായത് ഒരു ലീഡർ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള മെമ്പേഴ്സിന് അവരുടെ കറക്റ്റായിട്ടുള്ള റോൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ റോൾ എന്താണ്, ഗോൾ എന്താണ്, വിഷൻ എന്താണ് എന്നുള്ളതിനെ അവർ അലൈൻ ചെയ്യാണ്. ആ ഒരു ലീഡർ എംപ്ലോയീസുമായിട്ട് വിഷൻ ആൻഡ് ഗോൾ അലൈൻ ചെയ്യുക, അതായത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി, അതായത് എംപ്ലോയീസും ലീഡേഴ്സും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ തമ്മിലുള്ള ട്രസ്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസിന് വാല്യൂ ഉണ്ടാക്കുകയാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ലീഡർ ആ ഒരു എംപ്ലോയീസിൻ്റെ മേൽ കാണിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടെ ലീഡറിൻ്റെ മേലുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എഫിഷ്യൻസി, അതായത് ലീഡർ അവരുടെ എംപ്ലോയീസുമായിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് കമ്മ്യൂണിക്കേഷൻ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് വർക്കാണോ ചെയ്യേണ്ടത് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകും. അതായത് ക്ലാരിറ്റിയോടുകൂടിയും ക്ലിയറോടുകൂടിയും ആ ഒരു എംപ്ലോയിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യിക്കാത്ത രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി ആ ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ലീഡർഷിപ്പിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഇൻസ്പയേഴ്സ് ആൻഡ് മോട്ടിവേറ്റീവ് ടീംസ്, അതായത് ആ ഒരു ലീഡർ നല്ല ഇൻസ്പയറിംഗ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് മറ്റുള്ള എംപ്ലോയീസ്, അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ലോയലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ എംപ്ലോയീസിന് അദ്ദേഹം ഒരു ഇൻസ്പയർ ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടുമാണ് ഇതിൽ കാണിക്കുക. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ബിൽഡ് എ പോസിറ്റീവ് കൾച്ചർ ആൻഡ് എൻഗേജ്മെൻറ്റ്, അതായത് എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിൽ പോസിറ്റീവായിട്ട്
പോസിറ്റീവായിട്ടായിരിക്കും അവരുടെ നിലനിൽപ്പ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ദ സിക്സ്ത് പോയിന്റ് ഈസ് ഡ്രൈവ് ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ. അത് പറഞ്ഞാൽ അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും പുതുതായിട്ടുള്ള ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻസ് ആണ്. സെവൻത് പോയിന്റ് മാനേജേഴ്സ് കോൺഫ്ലിക്റ്റ് ആൻഡ് റെഡ്യൂസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ അത് ഇരു കൂട്ടർ തമ്മിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നു. ദ എയ്ത്ത് പോയിന്റ് ഈ സപ്പോർട്ട് എംപ്ലോയി ഡെവലപ്മെൻറ്റ്. നമ്മളൊരു എംപ്ലോയിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യുന്നു. നയൻത്ത് പോയിന്റ് ഈസ് സ്ട്രെങ്തൻസ് റെസിസ്റ്റൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. അതായത് റെസിലിയൻസ് ഹെൽപ്പ് ചെയ്യുന്നു ടീംസിന് എങ്ങനെ ഫോക്കസ് ആയി നിൽക്കാനും അതുപോലെ തന്നെ ആൻസൈറ്റി കുറയ്ക്കാനും അഡാപ്റ്റബിലിറ്റി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദ 10th പോയിന്റ് ഈസ് ഇംപ്രൂവ്സ് ഓർഗനൈസേഷണൽ റെപ്യൂട്ടേഷൻ. അതായത് ഈ എംപ്ലോയീസ് അവരുടെ പറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ലീഡർഷിപ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവിടെ ഹൈ ലെവൽ, ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കീ പ്രിൻസിപ്പിൾസ് ഫോർ എഫക്റ്റീവ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. അതായത് ഒരു ലീഡർ അവരുമായിട്ട് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓഡിയൻസിനെ മനസ്സിലാവുന്ന രീതിയിൽ ക്ലാരിറ്റിയോടുകൂടി ആ ഒരു മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യണം. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം കൺവേ ചെയ്യാൻ. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ആക്റ്റീവ് ലിസണിങ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ താൻ എന്താണോ പറയണത് അത് മാത്രം പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല. ഓപ്പോസിറ്റായിട്ട് എംപ്ലോയീസ് എന്താണോ പറയുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതുകൂടി ആ ഒരു ലീഡറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് തേർഡ് വൺ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഡർഷിപ്പിന് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉണ്ടാവുമല്ലേ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഓഡിയൻസിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഏത് രീതിയിലാണോ കമ്മ്യൂണിക്കേഷൻ ചെയ്താലാണ് മനസ്സിലാവുക ആ രീതിയിലോട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വേണം അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. ദ ഫോർത്ത് പോയിന്റ് ഈസ് എംപതി ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അതായത് ഒരു എംപ്ലോയിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം ബാക്കിയുള്ള അതിലോട്ടൊരു ബെറ്റർ ഇൻട്രാക്ഷൻ കൊണ്ടുവരാൻ. അതായത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവേണം ഇൻട്രാക്ഷൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി. അതായത് തുറന്നടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവിടെ സത്യസന്ധത ഉണ്ടാകുമ്പോഴും മാത്രമാണ് ഒരു ലീഡറും അവരുടെ കീഴിലുള്ള എംപ്ലോയീസും തമ്മിൽ ഒരു അതായത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അതായത് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ഫീഡ്ബാക്ക് വാങ്ങിയാൽ മാത്രമേ ആ ഒരു ലീഡർക്ക് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലീഡറായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് കോൺഫിഡൻസ് വിത്ത് ഹ്യൂമിലിറ്റി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസും അതുപോലെ തന്നെ ഹ്യൂമിലിറ്റി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കീ പ്രിൻസിപ്പിൾസ് ഓർ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇതിലൊക്കെ നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുക, ഐഡിയാസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ ഈ മീനിങ്സ് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പല കൺട്രീസിലും പല പോലെയാണ് ഇവർ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ ഓരോ രാജ്യത്തെ ഭാഷകൾ, കൾച്ചേഴ്സ്, സോഷ്യൽ നോംസ്, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ അതായത് പലയിടത്തെയും വിശ്വാസങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്
10 strategies for effective cross cultural communication ആണ്. ഫസ്റ്റ് വൺ, ആസ്ക് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് അവരുടെ കൾച്ചറിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരുടെ കൾച്ചറിനെ പറ്റി അറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കൾച്ചറൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുക. രണ്ടാമത്തത്, ഡിസ്റ്റിങ്വിഷ് പേഴ്സ്പെക്റ്റീവ്സ്. അതായത് ഓരോ വ്യക്തിയുടെയും പേഴ്സ്പെക്റ്റീവ്, ചിന്താഗതികൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ വ്യൂ പോയിൻറ്റ്സ്, അതായത് പലരുടെയും കൾച്ചറൽ അവരുടെ വ്യൂ പോയിൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തത്, ബിൽഡ് സെൽഫ് അവെയർനെസ്. അതായത് നമ്മുടെ സ്വന്തമായിട്ടൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കുക. അതായത് ഒരു കൾച്ചറൽ നമ്മുടെ കൾച്ചറൽ അസംഷൻസ് എന്തൊക്കെയാണ് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാലാമത്തത്, റെക്കഗ്നൈസ് ദ കോംപ്ലക്സിറ്റി. അതായത് നമ്മുടെ കൾച്ചർ വെച്ച് മറ്റുള്ള രാജ്യത്തിലുള്ള കൾച്ചേഴ്സ് വെച്ച് നമ്മളത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കോംപ്ലക്സുകളാണ് അതിൽ വരിക നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്പിംഗ്. അതായത് ഇന്നത്തെ കാലത്തെ കൾച്ചർ വെച്ച് ജനറലൈസ് ചെയ്യാൻ പാടില്ല. കാരണം കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്തുകൊണ്ട് ഓരോ അസംഷൻസ് നമ്മൾ മേക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, റെസ്പെക്റ്റ് ഡിഫറൻസ്. അതായത് പല രാജ്യങ്ങളിലുള്ള കൾച്ചേഴ്സും പല ഡിഫറൻസ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലിസൺ ആക്റ്റീവ്ലി. അതായത് നമ്മൾ മറ്റുള്ള രാജ്യക്കാർ അവരുടെ കൾച്ചേഴ്സൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ലിസൺ ചെയ്യുക. നല്ല ക്ലാരിറ്റിയോട് കൂടി ലിസൺ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ബി ഹോണസ്റ്റ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഹോണസ്റ്റായിട്ട് നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് മറ്റുള്ള ആൾക്കാരോട് നമ്മൾ സത്യസന്ധതയോട് കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ബി ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെടുക. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ അവിടെ എന്ത് കൾച്ചറാണോ അതിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് പൊരുത്തപ്പെട്ട് പോവുക. പിന്നെ തിങ്ക് ട്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയണതിൻ്റെ മുമ്പേ, ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ പറയണതിൻ്റെ മുമ്പേ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഇതൊക്കെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ്റെ 10 സ്ട്രാറ്റജീസ് എന്ന് പറയണത്. നെക്സ്റ്റ് ടോപ്പിക്ക്, കീ ആസ്പെക്ട്സ് ഓഫ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ, കൾച്ചറൽ അവെയർനെസ്. അതായത് മറ്റുള്ള രാജ്യങ്ങളുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ നമ്മളൊരു അവെയർനെസ് ചെയ്യുക. അതായത് അവരുടെ കൾച്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. രണ്ടാമത്തത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് പറയുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, അതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്. ദ തേർഡ് പോയിന്റ് ഈസ് ഹൈ കോണ്ടെക്സ്റ്റ് വിയസ് ലോ കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് ഹൈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് അതൊരു മെസ്സേജിങ് സ്റ്റൈൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സിലുള്ള പീപ്പിൾസ് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. ഹൈ കോണ്ടെക്സ്റ്റിൽ വരുന്നത് ഒരു ഇംപ്ലിസിറ്റ് മെസ്സേജിങ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ അത് കോമൺ ആയിട്ട് കാണുന്നത് ലാറ്റിൻ അമേരിക്കനിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റേണിലും ഈസ്റ്റ് ഏഷ്യനിലൊക്കെയാണ്. ഈ ലോ കോണ്ടെക്സ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു എക്സ്പ്ലിസിറ്റ് മെസ്സേജിങ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ അത് കോമൺ ആയിട്ട് കാണുന്നത് വെസ്റ്റേൺ ആയിട്ടുള്ള കൾച്ചേഴ്സിലാണ്. ദ ഫോർത്ത് പോയിന്റ് ഈസ് ലാംഗ്വേജ് ബാരിയേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ആണ്. അതായത് പല രാജ്യങ്ങളിലും അവരുടെ ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആണ്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് റെസ്പെക്റ്റ് ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ്. അതായത് അവരുടെ ആ ഒരു ഓപ്പൺ മൈൻഡ്നെസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ കൾച്ചേഴ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക. ആൻഡ് സിക്സ്ത് പോയിന്റ് ഈസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുക. നമ്മളൊരു വേറെ സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കൾച്ചർ എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ്റെ കീ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹോസ്റ്റേഴ്സ് കൾച്ചറൽ ഡയമെൻഷൻസ് തിയറി. അതായത് നമ്മൾ ക്രോസ് കമ്മ്യൂണിക്കേഷൻസ് പഠിച്ചു. അപ്പോൾ പല നാട്ടിലുള്ള കമ്മ്യൂണിക്കേഷനും ഡയമെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് പവർ ഡിസ്റ്റൻസ് ഇൻഡെക്സ് PDI. ഇതിൽ 2 രീതിയിലോട്ടാണ് പറയുന്നത്. ലോ പവർ ഡിസ്റ്റൻസ് കൾച്ചറും അതുപോലെ തന്നെ ഹൈ പവർ ഡിസ്റ്റൻസ് കൾച്ചറും. അപ്പോൾ ഈ ലോ പവറിൻ്റെ കേസിൽ പറയണത് എന്താ വെച്ചാൽ ഇവിടെ സൊസൈറ്റിയിൽ എല്ലാവരും ഈക്വലായിട്ടാണ് കാണുക. അതായത് ഇനിക്വാലിറ്റീസ്, തുല്യതയില്ലായ്മ മിനിമം അവർ കുറക്കാൻ നോക്കുകയോ ചെയ്യുള്ളൂ. അതായത് 2 പീപ്പിൾസ് തമ്മിലുള്ള ആ ഒരു ഇനിക്വാലിറ്റീസിനെ, തുല്യതയില്ലായ്മ മാക്സിമം അവർ കുറക്കുക ചെയ്യാം. പിന്നെ പറയണത് അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ബോസ് ഉണ്ടാവും, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു വർക്കർ ഉണ്ടാവും. പക്ഷെ അവർ തമ്മിൽ ഒരു
തുല്യത ഉണ്ടാക്കുന്നു. ഇവിടെ അങ്ങനെ ഡിഫറൻസ് ഇല്ല. ബോസ് എന്നോ അതുപോലെ തന്നെ ജൂനിയർ എംപ്ലോയി എന്നൊരു ഡിഫറൻസ് ഇല്ല. ഇവിടെ ഒരു തുല്യതയോടെയാണ് ഈ ലോ പവർ കൾച്ചറിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫോർമൽ ആയിട്ടുള്ള ഈ ഒരു സംസാരം ഉണ്ടാവുമല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞ ഇവിടെ ഈക്വാലിറ്റി ആണ്, ഇനിക്വാളിറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂനിയർ ബോസ് ആ ഒരു സംസാരം ഒരിക്കലും ഫോർമൽ അല്ല. ഇവിടെ ഫോർമൽ ആയിക്കാനുള്ള സംസാരം വളരെ കുറഞ്ഞ രീതിയിലോട്ടേ വരുള്ളൂ. ഇവിടെ അധികം ഇൻഫോർമൽ ആയിട്ടുള്ള സംസാരമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവരുടെ സാലറി എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള ചെറിയ തോതിലുള്ളൊരു സാലറി ആയിരിക്കും. കാരണം സാധാരണ ഓർഗനൈസേഷനിലൊക്കെ ബോസിന് ഹൈ ലെവൽ സാലറിയും അതുപോലെ തന്നെ ജൂനിയറിന് ഒരു ലോ ലെവൽ സാലറിയും. പക്ഷേ ഇവിടെ ബോസ് എന്നോ ജൂനിയറോ എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ല. ഇവർ ഈക്വാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഏത് പൊസിഷനിലാണെങ്കിലും ഒരു തുല്യമായിട്ടുള്ള ഒരു ഈക്വൽ സാലറിയാണ് കിട്ടുക. അതാണ് ലോ പവർ ഡിസ്റ്റൻസ് കൾച്ചറിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹൈ പവർ ഡിസ്റ്റൻസ് കൾച്ചറിൽ വരുന്നത്. ഇവിടെ ഇനിക്വാലിറ്റീസ് ആണ് കൂടുതലും കാണുക. അതായത് ഇനിക്വാലിറ്റീസ് ആൻഡ് ഹൈറാർക്കി ആർ അക്സെപ്റ്റഡ് ബിറ്റ്വീൻ പീപ്പിൾ. ഇവിടെ പീപ്പിൾ തമ്മിൽ ഒരു ഇനിക്വാലിറ്റി ഉണ്ടാകും. തുല്യതയില്ലായ്മയും ഹൈറാർക്കിക്ക് തന്നെ കാണുള്ളൂ. ഇവിടെ ഒരു ബോസും അതുപോലെ തന്നെ ഒരു ജൂനിയർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ജൂനിയർ എംപ്ലോയി ബോസിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാനേജേഴ്സ് ആ ഒരു ജൂനിയർ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നും ഒരു ഒബീഡിയൻസ് പ്രതീക്ഷിക്കുന്നു, റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോർമൽ ആയിട്ടുള്ള സംസാരം മാത്രമേ പറ്റുള്ളൂ. നമ്മളൊരു ഓർഗനൈസേഷനിലാണ് സമയത്ത് മറ്റുള്ളൊരു പീപ്പിളിനോട് ഫോർമൽ ആയിക്കാണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് സാലറീസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ബോസിൻ്റെ പൊസിഷൻ വേറെയാണ്, ജൂനിയർ ആയിട്ടുള്ള എംപ്ലോയിൻ്റെ പൊസിഷൻ വേറെയാണ്. ഇവിടെ ഇൻക്വാലിറ്റീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സാലറി നല്ല ഒരു വൈഡ് റേഞ്ചിലാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ ബോസിന് 1.5 ലക്ഷമാണ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ജൂനിയറിന് മേ ബി 50,000 കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പവർ ഡിസ്റ്റൻസ് ഇൻഡെക്സിനെ പറ്റി പറയണത്. നെക്സ്റ്റ് രണ്ടാമത്തെ തിയറിയാണ് ഇൻഡിവിജ്വലിസം vs കളക്ടിവിസം. അതായത് ഇൻഡിവിജ്വലിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഇവിടെ കളക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈ ആയിട്ടുള്ളൊരു പ്രിയോറിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോവുക. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാകും. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഫാമിലി ഗ്രൂപ്പ്, നമ്മളെ വൺ സെൽഫ്, നമ്മളെ മൈ സെൽഫ്, ഇത് മാത്രം നോക്കി പോവാം. അതാണ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. അവിടെ ഹൈ ആയിട്ടാണ് പ്രിയോറിറ്റീസ് കാണിക്കുന്നത്. അങ്ങനത്തെ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ UK, അമേരിക്ക, അവിടേക്ക് വെച്ചാൽ അവരെ കൾച്ചേഴ്സ് മാത്രമേ നോക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിക്കുള്ളൂ. അതിൽ കളക്ടിവിസം ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ അവരെ ഗ്രൂപ്പ് നോക്കും, അതുപോലെ നമ്മൾ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ നോക്കും. നമ്മളെ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എനിക്ക് ഫാമിലി കുറച്ച് ഡിസ്റ്റൻറ്റ് ഫാമിലി റിലേഷൻസ് ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഫാമിലീസ്, അവിടെ ലോ പ്രിയോറിറ്റീസ് ആണ് കൊടുക്കുക. അവർ എല്ലാവരും നോക്കും. സോഷ്യൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിലിടപെടുന്നു. സ്വന്തം കാര്യത്തിൽ സ്വന്തം വീട്ടുകാരുടെ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ അവർ ഇടപെടുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ ഇന്ത്യൻ ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വലിസം vs കളക്ടിവിസം എന്ന് പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ തിയറിയാണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഇൻഡെക്സ്. അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൂട്ടരെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കൾച്ചേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് അവരുടെ കൾച്ചർ എന്താണോ അത് ആ ഒരു ക്രമത്തിൽ അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ അവർക്ക് ഈ അൺസർട്ടനിറ്റി, ആംബിഗ്വിറ്റി, ഇതൊന്നും ചേഞ്ച് ആണ് അവർക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ചേഞ്ച് അവരുടെ കാര്യങ്ങളിൽ വരുന്നത് അവർക്കതൊരു ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അവരത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒക്കെ പാലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചേഞ്ചസ് ഒന്നും വരുന്നത് അവർക്കൊരു താല്പര്യമില്ല. അപ്പോൾ പക്ഷെ മറുകൂട്ടർ, അതായത് ഈ ഹൈ അൺസർട്ടനിറ്റിൻ്റെ കേസുകളായിട്ട് പറയുന്നത് അവർക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കൾച്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചേഞ്ചസുകളൊന്നും താല്പര്യമില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഈ കൾച്ചർ ഡിഫറൻസ് ആക്കുമ്പോൾ ഡേഞ്ചറസിലോട്ടാണ് പോകുന്നത്. അവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഈ ലോ അൺസർട്ടനിറ്റിൻ്റെ കേസിൽ അവർ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കൾച്ചറൊന്നും ഫോളോ ചെയ്ത് പോകണില്ല. പക്ഷെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ ഒരു ചേഞ്ചൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ
അവിടെ ഒരു ക്യൂരിയസ് ആണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവർക്കത് വല്ല കുഴപ്പമില്ല. അതാണ് അൺസർട്ടനിറ്റി അവോയ്ഡൻസ് ഇൻഡെക്സിൽ പറയുന്നത്. ഇതിൽ 4ാമത്തെയാണ് മസ്കുലിനിറ്റി vs ഫെമിനിറ്റി. അതായത് മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ബോയ്സ് കാറ്റഗറി, മെയിൽസ് കാറ്റഗറിനെയാണ് മസ്കുലിനിറ്റി എന്ന് പറയുന്നത്. ഫെമിനിറ്റി എന്ന് പറയുന്നത് ഈ വുമൻസ് കാറ്റഗറിനെയാണ്. അപ്പോൾ മസ്കുലിനിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഈ അഗ്രസീവ്, അതുപോലെ തന്നെ പവർ, പിന്നെ കോമ്പറ്റീഷൻ, ഇങ്ങനത്തെ കേസുകളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മെയിൽസിൻ്റെതായതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഇങ്ങനത്തെ അഗ്രസീവും അങ്ങനത്തെ ഒരു കൾച്ചറായിരിക്കും ഈ ഒരു മസ്കുലിനിറ്റിയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഫെമിനിറ്റിയിൽ കാണപ്പെടുന്നത് ഭയങ്കര കെയറും ക്വാളിറ്റി ഓഫ് ലൈഫും എമ്പതിയും സോഫ്റ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ആയിരിക്കും ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനത്തെ കൾച്ചേഴ്സൊക്കെ അധികവും ഗേൾസിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ കൾച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നത് ഫെമിനിറ്റിയിലും, അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ, അങ്ങനത്തെ കാര്യങ്ങൾ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്നത് മസ്കുലിനിറ്റിയിലുമാണെന്നാണ് പറയുന്നത്. ഷോർട്ട് ടേം ഓറിയൻറ്റേഷൻ vs ലോങ് ടേം ഓറിയൻറ്റേഷൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് ടേമിൽ ഇവിടെ അധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്കംസിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് ടേം പറയുമ്പോൾ ഒക്കെ ഫ്യൂച്ചറിൽ, അതായത് മോർ ദാൻ 1 ഇയർ, ആ ഒരു കേസിലാണ് ലോങ് ടേം ഓറിയൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ഈ ലോങ് ടേം ഒക്കെ അധികം ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ചൈന, അതൊക്കെ പറയാം. പിന്നെ ഷോർട്ട് ടേം ഓറിയൻറ്റേഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്വാർട്ടർലി അവരെന്ത് ചെയ്യും, ആ ഒരു ഷോർട്ട് ടേം ഓറിയൻറ്റേഷനെല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടുത്തെ എംപ്ലോയീസിനെയും ഒക്കെ അവർ ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വേറെ എക്സ്ട്രാ കാര്യങ്ങളും കരിക്കുലം ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. ഇപ്പോൾ എംപ്ലോയീസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാക്സിമം ആ ഒരു ഓർഗനൈസേഷന് ബെറ്റർ ആക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഷോർട്ട് ടേമിൽ ഈ വളരെ ചുരുങ്ങിയ കാലത്ത് അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ ഏതൊക്കെ വെച്ചാൽ UK, USA ഇതൊക്കെയാണ് പറയണത്. ഇവിടെ ഇൻ്റലിജൻസ് vs റെസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് അത് എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് ഇപ്പം ഹാപ്പി ആണെങ്കിൽ ഹാപ്പി നമ്മൾ എക്സ്പ്രസ് ചെയ്യണോ, സാഡ് ആണെങ്കിൽ സാഡ് എക്സ്പ്രസ് ചെയ്യണോ, അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ റെസ്ട്രെയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കൾച്ചർ അവർ എക്സ്പ്രസ് ചെയ്യൂല. അവർക്ക് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് പോലെ തന്നെ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യൂല, ഒരു ആക്ഷൻസിൽ അവർ ഇൻവോൾവ് ആവൂല. അങ്ങനത്തെ കേസാണ് റെസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെഫ്സ്റ്റീഡ്സിൻ്റെ കൾച്ചറൽ ഡയമെൻഷൻസ് തിയറി, ഒരു 6 തിയറി ആയിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു.